EFT ബ്രെയിൻ റിവയറിങ്. EFT ബ്രെയിൻ റിവയറിങ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ബ്രെയിൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ഒരുപാട് അസുഖങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കപ്പിൾ കൗൺസിലിംഗ് വരുന്ന കപ്പിൾസിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വയറിങ്ങിലെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കില്ല. കാരണം നമ്മുടെ അമിഗ്ഡലയും ഹിപ്പോ ക്യാമ്പസും തമ്മിലുള്ള അനാവശ്യ കണക്ഷൻസ് കാരണമാണ് നമ്മുടെ അസുഖങ്ങളെല്ലാം വരുന്നത്. നിങ്ങൾ ഏത് അസുഖം എടുത്ത് നോക്കിയാലും. അതിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വയറിലുള്ള അസുഖങ്ങൾ, നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കുടിച്ചാലും എത്ര കാലം മരുന്ന് കുടിച്ചാലും ഈ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോവില്ല. മാറിപ്പോവാത്തതിൻ്റെ കാരണം ഗട്ട് ബ്രെയിൻ ആക്സിസിലെ പ്രശ്നമെന്ന് നമ്മൾ പറയും. നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ, ഡിപ്രഷൻ സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ കഴിഞ്ഞാൽ, തല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ന്യൂറൽ സെൽസ് ഉള്ളത് നമ്മുടെ വയറിലാണ്. ഓർബാക്സ് അതേപോലെ തന്നെ മെയ്സിനസ് പ്ലക്സസ് അവിടെ സ്ഥിരം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ടെൻഷൻ അടിച്ചാൽ, നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും പണ്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ ഇറങ്ങി ചെന്നപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ടെൻഷൻ വന്നപ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോകാമെന്നുള്ള ഫീലിംഗ്, അതല്ലെങ്കിൽ വയറൊന്നൊരു കാളിച്ച, ഇത് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുക. അതിൻ്റെ കാരണം നമ്മുടെ മൈൻഡിന് ഇതിനൊക്കെ ഡയറക്റ്റ് കൺട്രോളുണ്ട്. ഡയറക്റ്റായിട്ട് മൈൻഡിന് ഇതിലൊക്കെ നീക്കുപോക്ക് നടത്താനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അസുഖങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. EFT ബ്രെയിൻ റിവയറിങ്ങിലൂടെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് മെക്കാനിസംസ് ഉണ്ടാവും. അതിനെ നമ്മൾ DMS, ഡിഫോൾട്ട് മോഡ് ഓഫ് സെറ്റിങ്സ് എന്നാണ് പറയുക. നമ്മുടെ തലയിൽ നമുക്കിപ്പോൾ ഓരോ കമ്പ്യൂട്ടർ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ട് സെറ്റിങ്സ് അതിൽ റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ അതിന് ഓട്ടോമാറ്റിക് ഡിഫോൾട്ട് മോഡായിട്ട് കുറേ സെറ്റിങ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് മാറിപ്പോവും. അതേപോലെ തന്നെയാണ് നമ്മുടെ മാനസികപരമായിട്ടും നമ്മൾ കറക്റ്റ് അത് നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ഡിഫോൾട്ട് മോഡ് ഓഫ് സെറ്റിങ്സ് വഴി ഓട്ടോമാറ്റിക്കലി മനസ്സ് കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രക്ഷപ്പെടാത്തത്, നിങ്ങളുടെ അസുഖങ്ങൾ മാറാത്തത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എത്ര പരിഹരിച്ചിട്ടും പൂർണ്ണമായിട്ടും മാറിപ്പോവാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ്. ആ ലൂപ്പ് ഓഫ് മെക്കാനിസം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലൈഫിൽ നിങ്ങൾ എന്താണോ ലൈഫിൽ ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ അതേപോലെ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. ഈ ലൂപ്പിൽ നിന്ന് നിങ്ങൾ എന്ന് രക്ഷപ്പെടുന്നോ അന്നാണ് നിങ്ങളുടെ ശരിക്കുള്ള ലൈഫ് ആരംഭിക്കുന്നത്. അതല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ട്രോമകൾ, ചില നിങ്ങളുടെ പേടികൾ, നെഗറ്റീവ് ബിലീവ്സ്, നെഗറ്റീവ് ചിന്തകൾ, ഇതൊക്കെ നിങ്ങളറിയാതെ തന്നെ ബന്ധനപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു ജയിലിൻ്റെ അകത്തായിരിക്കും നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ ജീവിതം ഒരുപാട് പരിമിതപ്പെട്ടു പോകും. ഒരുപാട് പരിമിതികൾ ഉള്ളിലായിരിക്കും നിങ്ങളുടെ മനസ്സ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്തിട്ട്, ഈ ബന്ധനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഹീല് ചെയ്യുക എന്നുള്ളതാണ് EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലൂടെ EFT മെൻറ്റർ ചെയ്യുന്നത്.